സംസ്ഥാനത്തിന്റെ വ്യാവസായിക അന്തരീക്ഷം ഏറെ മെച്ചപ്പെട്ടുവെന്നും ചുരുങ്ങിയ കാലം കൊണ്ട് ഒട്ടനവധി നിക്ഷേപകർ മുതൽ മുടക്കാൻ മുന്നോട്ട് വന്നെന്നും വ്യവസായ മന്ത്രി പി രാജീവ്. ഇലക്ട്രോണിക്സ് ഡിസൈൻ, മാനുഫാക്ചറിംഗ് രംഗത്തെ പ്രമുഖരായ SFO ടെക്നോളജി സംസ്ഥാനത്ത് 2000 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 900 തൊഴിലവസരങ്ങൾ ഇതിലൂടെ ലഭിക്കും. കൊച്ചിയിൽ നടന്ന ട്രേഡെക്സ് കേരള മീറ്റിലാണ് നിക്ഷേപ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. ഗ്യാസ് ആൻഡ് ഓയിൽ, എയറോസ്പേസ്, ഡിഫൻസ് തുടങ്ങിയ സുപ്രധാന മേഖലകൾക്കായി പ്രത്യേക യൂണിറ്റുകൾ സ്ഥാപിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഗ്രൂപ്പിന്റെ മുൻനിര ടെക്നോളജി എഞ്ചിനീയറിംഗ് കമ്പനിയാണ് SFO ടെക്നോളജീസ്. നെസ്റ്റ് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജഹാംഗീറാണ് ട്രേഡെക്സിൽ പദ്ധതി പ്രഖ്യാപിച്ചത്. Kerala is not a destination to set up an industry. I prove myself Kerala is a destination to set up industry. That is the most important thing. I started 150 people. Today we have 18,000 employees. All are engineers, diploma holders, ITA people, SSLC people. And most important thing, this 20-25 years journey, we don't lose any hour for a strike or any problem. That is the most important thing for my success. And this is a role model to some other entrepreneurs to come here. Now we are growing. The sum is what the minister says and everything. We are coming at the par of other states. വ്യവസായ രംഗത്തെ സുപ്രധാനമായ നിക്ഷേപമാണ് SFO നടത്തിയതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കമ്പനിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. സാധാരണ ഇത്തരം കമ്പനികൾക്കുള്ള ഒരു പ്രശ്നം, ഒരു NDA ഉണ്ടോ, നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് ഉണ്ടോ, ഏത് കമ്പനിക്ക് എന്തുണ്ടാക്കുമെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് റഫേലിൻ്റെ 365 കോടിയുടെ മറ്റിപ്പോൾ അവർക്ക് എഗ്രിമെൻറ്റ് കിട്ടി. വേറെ ചില വലിയ ഇൻ്റർനാഷണൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കരാറുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഈ നോൺ ഡിസ്ക്ലോസർ എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് ഏതൊക്കെയാണെന്ന് അവർക്ക് പരസ്യപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ അതിന് അടിയന്തരമായിട്ട് അവർക്ക് മാനുഫാക്ചറിങ്ങിന് കൂടുതൽ സ്ഥലം വേണം. 2000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ EOE ആണ് അവർ വച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 300 കോടി ഈ വർഷം തന്നെ തുടങ്ങാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അതിൻ്റെ സ്ഥലം ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോൾ തന്നെ മാനുഫാക്ചറിങ്ങിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തെ സൂക്ഷ്മ ചെറുകിട സംരംഭക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി പ്രവേശം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച ട്രേഡെക്സ് കേരളയിൽ MSME സംരംഭകരും അന്താരാഷ്ട്ര കമ്പനികളും തമ്മിൽ 146 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ചിരുന്നു. ഇതുവഴി സംരംഭകർക്ക് 81 കോടിയിലധികം രൂപയുടെ വ്യാപാര കരാറുകളും ലഭിച്ചു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.